നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മണപ്പുറത്തിന്റെ പ്രിയ കവി കുഞ്ഞുണ്ണി മാഷിന്റെ 7ാം ചരമവാർഷികത്തിൽ മാഷെ അനുസ്മരിക്കുന്നതിന് കവിയെയും കവിതയെയും സ്നേഹിക്കുന്നവർ വലപ്പാട് അതിയാരത്ത് വീട്ടുമുറ്റത്ത് ഒത്തുചേർന്നു. താന്യം ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ നിർവഹണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ദാസൻ നിർവഹിച്ചു. പൂമംഗലം ഗ്രാമപഞ്ചായത്തിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് പദ്ധതി പ്രകാരം രോഗികൾക്കുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്തു. വാർത്തകൾ വിശദമായി. മണപ്പുറത്തിന്റെ പ്രിയ കവി കുഞ്ഞുണ്ണി മാഷിന്റെ 7ാം ചരമവാർഷിക ദിനത്തിൽ മാഷെ അനുസ്മരിക്കുന്നതിന് കവിയെയും കവിതയെയും സ്നേഹിക്കുന്നവർ ഒത്തുചേർന്നു. വലപ്പാടുള്ള മാഷുടെ ഗൃഹാങ്കണമായ വലപ്പാട് അതിയാരത്ത് മുറ്റത്താണ് അവർ ഒത്തുചേർന്നത്. അനുസ്മരണ സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ദാസൻ ഉദ്ഘാടനം ചെയ്തു. വൃത്തത്തിനകത്ത് നിന്നുകൊണ്ട് കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ ഉപയോഗിച്ച് വായിക്കുന്നവർക്ക് മനസ്സിലാകാത്ത പദങ്ങൾ ഉപയോഗിച്ച് ഉള്ള കവിതകളാണ് നമ്മുടെ സമൂഹത്തിൽ കവിതയായി അംഗീകരിക്കപ്പെട്ടിരുന്ന കാലം. ആ കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും സാധാരണ ജനങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന, അതും നാടൻ ഭാഷ ഉപയോഗിച്ച് കവിത എഴുതുന്ന ഒരു വ്യക്തിയായിരുന്നു കുഞ്ഞുണ്ണി മാഷ്. ഒരുപക്ഷെ കവിതാ ലോകത്തിന് തന്നെ ഒരു വ്യതിയാനം വരുത്തി ഒരു നവയുഗ ശില്പിയായി മാറാവുന്ന, കവിതയിലെ ശില്പിയായി മാറാവുന്ന രീതിയിൽ സാധാരണക്കാരന് കവിതയെക്കുറിച്ച് വായിക്കുകയും അതിനെക്കുറിച്ച് അറിവ് നേടാൻ സാധിക്കുകയും ചെയ്യുന്ന ലളിതമായ കവിതകൾ എഴുതിയ ആദ്യത്തെയും ഒരുപക്ഷെ അതിനുശേഷം ഇനി ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല, അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു കുഞ്ഞുണ്ണി മാഷ് എന്നുള്ളതാണ് എനിക്ക് പറയാൻ ആഗ്രഹം. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ വർഗീസ് മേച്ചേരി അധ്യക്ഷനായി. നിരൂപകൻ ബാലചന്ദ്രൻ വടക്കേടത്ത് കുഞ്ഞുണ്ണി സ്മൃതി നടത്തി. K. ദിലീപ് കുമാർ സ്വാഗതം പറഞ്ഞു. സ്മാരക സമിതി ഏർപ്പെടുത്തിയ വിവിധ പുരസ്കാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. രാവിലെ മാഷുടെ വീട്ടിലെത്തിയവർ മാഷുടെ സ്മൃതി കുടീരത്തിൽ ഒരു പിടി പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ടായിരുന്നു ചടങ്ങുകൾക്ക് തുടക്കമിട്ടത്. താന്യം ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന കൃഷി, ഊർജ്ജ സംരക്ഷണം, പട്ടികജാതി വികസനം എന്നീ പദ്ധതികളുടെ നിർവഹണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ദാസൻ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസമിതി വന്നതിന് ശേഷമാണ് ചരിത്രത്തിലാദ്യമായി സംയുക്ത പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത്. പണ്ടൊക്കെ കഴിഞ്ഞപ്പോൾ 3 ടേമിലും ജില്ലാ പഞ്ചായത്ത് പദ്ധതികൾ വലിയ പദ്ധതികളാണ് ആസൂത്രണം ചെയ്തത്. ആ വലിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ താഴെത്തട്ടിലുള്ള ജനങ്ങളിലേക്ക് വികസന പ്രവർത്തനങ്ങൾ എത്തില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഞങ്ങൾ വന്നതിന് ശേഷം സംയുക്ത പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത്. നമുക്കറിയാം, ഒരു പുഴ ഒഴുകുമ്പോൾ അത് ഉത്ഭവസ്ഥാനത്ത് നിന്ന് പുഴയായിട്ടല്ല ഒഴുകുന്നത്. വിവിധ കൈവഴികളിൽ കൂടെ ഒത്തുചേർന്നുകൊണ്ട് വലിയൊരു പ്രവാഹമായി മാറുമ്പോഴാണ് അത് പുഴയാകുന്നത്. അതുപോലെയാണ് ത്രിതല പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തായാലും ബ്ലോക്ക് പഞ്ചായത്തായാലും ഗ്രാമപഞ്ചായത്തായാലും അവരുടെ ഫണ്ടുകൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോ പ്രോജക്റ്റുകൾ വെച്ച് കഴിഞ്ഞാൽ ആ പ്രോജക്റ്റുകൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ പറ്റാത്തതിൻ്റെ പോരായ്മയുണ്ട്. എന്തുകൊണ്ടാണ് പൂർത്തീകരിക്കാൻ പറ്റാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യമായ പണം നമുക്ക് ലഭ്യമല്ലാത്തത് കൊണ്ടാണ് ആ പദ്ധതികൾ പൂർത്തീകരിക്കാൻ പറ്റാതെ ഇന്നും പല സ്ഥലങ്ങളിൽ അതെന്താ പറയുക, ഒരു സ്തൂപമായി നിൽക്കുകയാണ് പല പദ്ധതികളും പൂർത്തീകരിക്കാൻ പറ്റാതെ. അപ്പം അതുകൊണ്ടാണ് സംയുക്ത പദ്ധതികൾക്കൊക്കെ തുടക്കം കുറിക്കുന്നത്. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PR സുശീല അധ്യക്ഷയായി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VN ശങ്കരൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ KK ശ്രീനിവാസൻ, ഷീല വിജയകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PC ശ്രീദേവി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CR മുരളീധരൻ, ശുഭ സുരേഷ് എന്നിവർ സംസാരിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ വനിതാ ശിബിരത്തിന്റെ 25ാം വാർഷികാഘോഷം 28, 29 തീയതികളിൽ തൃപ്രയാറിൽ നടക്കും. 28-ന് രാവിലെ 10-ന് തൃപ്രയാർ AUP സ്കൂളിൽ നടക്കുന്ന ചടങ്ങ് സാഹിത്യകാരി സാറ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ സ്ത്രീ പ്രസ്ഥാനങ്ങൾ, അനുഭവങ്ങൾ, പ്രതീക്ഷകൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടക്കും. സാമൂഹ്യ സുരക്ഷയ്ക്കും അടിസ്ഥാന വികസനത്തിനും ഊന്നൽ നൽകി വലപ്പാട് പഞ്ചായത്ത് ബഡ്ജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബീന അജയഘോഷ് അധ്യക്ഷയായി. 13,35,19,398 രൂപ വരവും 13,55,05,000 രൂപ ചിലവും 31,68,338 രൂപ നീക്കിയിരുപ്പുമാണ് ബഡ്ജറ്റ് വിഭാവനം ചെയ്തിരിക്കുന്നത്. അടിസ്ഥാന വികസനത്തിന് 3,40,00,000 രൂപയും റോഡ് പുനരുദ്ധാരണത്തിന് 1,40,00,000 രൂപയും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് 3 കോടി രൂപയും ബഡ്ജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട്. വലപ്പാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് BB ഷെരീഫാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്.
ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് ഊന്നൽ നൽകി പടിയൂർ ഗ്രാമപഞ്ചായത്ത് ബഡ്ജറ്റ് അവതരിപ്പിച്ചു. പടിയൂർ ഗ്രാമപഞ്ചായത്ത് 2013-14 സാമ്പത്തിക വർഷത്തിൽ 6,68,74,116 രൂപയുടെ ബഡ്ജറ്റ് അംഗീകരിച്ചു. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്ക് 2 കോടി രൂപ, സമ്പൂർണ്ണ പച്ചക്കറി ഗ്രാമം പദ്ധതിക്ക് 10 ലക്ഷം, ഗ്രാമീണ റോഡുകൾക്ക് 50 ലക്ഷം രൂപ, സമ്പൂർണ്ണ വഴിവിളക്ക് പദ്ധതിക്ക് 8.5 ലക്ഷം രൂപ, ഗ്രാമീണ ഭവന പദ്ധതിക്ക് 50 ലക്ഷം രൂപ, വിവിധ ക്ഷേമ പെൻഷനുകൾക്ക് 95.5 ലക്ഷം രൂപ, അലോപ്പതി, ആയുർവേദം, രോഗപ്രതിരോധവും നിയന്ത്രണവും എന്നിനങ്ങൾക്കായി 6 ലക്ഷം രൂപ, പൊതുവിദ്യാഭ്യാസം, കലാ കായിക രംഗത്ത് 6.5 ലക്ഷം രൂപയും ശുദ്ധജല വിതരണം, ശുചീകരണം എന്നിവയ്ക്കായി 12 ലക്ഷം രൂപയും വകയിരുത്തി. 6,68,74,116 രൂപ വരവും 6,31,36,650 രൂപ ചിലവും 65,60,466 രൂപ മിച്ചവുമുള്ള ബഡ്ജറ്റ് ഭരണസമിതി അംഗീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KC ബിജു ബഡ്ജറ്റ് അവതരിപ്പിച്ചു. പ്രസിഡന്റ് അജിത പീതാംബരൻ അധ്യക്ഷത വഹിച്ചു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് 2013-14 വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ഊർജ്ജ സംരക്ഷണം, മാലിന്യ നിർമ്മാർജ്ജനം, ദാരിദ്ര്യ ലഘൂകരണം എന്നിവയ്ക്ക് മുൻഗണന നൽകുന്ന ബഡ്ജറ്റിൽ 8,94,65,550 രൂപ വരവും 8,74,85,550 രൂപ ചെലവും 24,83,000 രൂപ നീക്കിയിരുപ്പും പ്രതീക്ഷിക്കുന്നു. കുടുംബശ്രീ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ, ക്ലബ്ബുകൾ തുടങ്ങി 1000-ഓളം വരുന്ന സന്നദ്ധ പ്രവർത്തകരുടെ സേവനം പ്രയോജനപ്പെടുത്തി 2013-14 വർഷം പെരിഞ്ഞനത്തെ എല്ലാ വീടുകളിലും മാലിന്യ സംസ്കരണത്തിന് പൈപ്പ് കമ്പോസ്റ്റ് സ്ഥാപിക്കൽ, ഗാർഹിക ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കൽ എന്നീ പദ്ധതികളിലൂടെ ക്ലീൻ പെരിഞ്ഞനം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിനാണ് ബഡ്ജറ്റ് മുൻഗണന നൽകുന്നത്. കൂടാതെ ഊർജ്ജ സംരക്ഷണ മേഖലയിൽ പൊതുസ്ഥാപനങ്ങളിൽ സൗരോർജ്ജ പാനലുകൾ സ്ഥാപിച്ച് വൈദ്യുതി സംരക്ഷണവും ലക്ഷ്യം വെക്കുന്നു. പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്തിക്കുന്നതിനും ബഡ്ജറ്റിൽ ഊന്നൽ കൊടുത്തിട്ടുണ്ട്. അടിയന്തരമായി വരുന്ന പ്രകൃതി ദുരന്തങ്ങൾ, അപകടങ്ങൾ എന്നീ ചിലവുകൾക്കായി ഗ്രാമപഞ്ചായത്ത് ദുരിതാശ്വാസ നിധിക്കും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. കാർഷിക മേഖലയിൽ 44 ലക്ഷം രൂപയും, മൃഗസംരക്ഷണ മേഖലയിൽ 20 ലക്ഷം രൂപയും, ഭവന നിർമ്മാണത്തിന് 10 ലക്ഷം രൂപയും, റോഡുകളുടെ വികസനത്തിന് 40 ലക്ഷം രൂപയും വകയിരുത്തി സർവതല സ്പർശിയായ ബഡ്ജറ്റാണ് വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ അവതരിപ്പിച്ചത്. ഇനിയൊരു ഇടവേള.